മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിൽ ഇഡി റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച CPM DYFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എന്നിവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 57 പേർക്കെതിരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനീഷ് ദേവസ്യ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീഷ്, കണ്ടാലറിയാവുന്ന 57 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ, നീക്കങ്ങൾ അതെങ്ങനെയാകും? വർഷ, ഗുഡ് മോർണിംഗ്. ഏതായാലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിൽ നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. ഈ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച CPM DYFI നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 57 പേർക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ ED റെയ്ഡ് നടന്ന ദിവസം ഈ മുഹമ്മദ് റിയാസിന്റെ വീടിന് മുമ്പിൽ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടന്നിരുന്നു. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ്, P മോഹൻ മാസ്റ്റർ, പ്രദീപ് കുമാർ, അരുൺ നിഖിൽ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ, മുസാഹിബിൽ അഹമ്മദ് എന്നിവരും കണ്ടാലറിയാവുന്ന 50ഓളം പ്രവർത്തകർക്കുമെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. ഇപ്പോൾ ഒരു തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നാണ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കാൻ പോകുന്നത്. 9 മണിക്കാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. നിയമസഭാ സഭയിലേക്ക് ഗവർണർ എത്തുന്ന മുറയ്ക്ക് നടപടികൾ തുടങ്ങുകയും ചെയ്യും. അവിടെ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാകും. ഒപ്പം പാർലമെന്ററി കാര്യ മന്ത്രിയുമായ സണ്ണി ജോസഫും ചേർന്നായിരിക്കും ഗവർണറെ സ്വാഗതം ചെയ്യുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ അവിടെ തിരുവനന്തപുരത്ത് എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 മണിക്കാണ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നമുക്കൊരിക്കൽ കൂടി കോഴിക്കോടേക്ക് പോകാമെന്ന് തോന്നുന്നു. അനീഷ് ദേവസ്യ അവിടെ തുടരുന്നുണ്ട്. അനീഷ്, പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ദൃശ്യം വന്നതുകൊണ്ടാണ് അതിലേക്ക് പോയത്. തുടരാം. പ്രജൻ, ഈ മുഹമ്മദ് റിയാസിന്റെ വീടിൽ ED റെയ്ഡ് നടന്ന സമയത്ത് CPM ജില്ലാ കമ്മിറ്റി, അത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമാണ് റിയാസിന്റെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ്, അതുപോലെ P മോഹൻ മാസ്റ്റർ, പ്രദീപ് കുമാർ, അരുൺ നിഖിൽ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, മുസാഫിൽ അഹമ്മദും എന്നിവരും കണ്ടാലറിയാവുന്ന 50ഓളം പ്രവർത്തകർക്കെതിരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ BNS-ലെ 189-ലെ 2-3 ഉപവകുപ്പുകളും അതുപോലെ 191-ലെ രണ്ടാമത്തെ ഉപവകുപ്പും അതുപോലെ 190, 285 എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ മുഹമ്മദ് റിയാസിന്റെ വീടിന് മുൻപിലുള്ള ഈ പൊതു റോഡ് ഉപരോധിക്കുകയും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അതുപോലെ ഈ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞു എന്നുമാണ് ഇവർക്കെതിരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇവർ മനഃപൂർവ്വം ഈ പ്രദേശത്ത് സംഘടിച്ചെത്തി ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നും അതുപോലെ തന്നെ ഈ മേഖലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ബലപ്രയോഗം നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനാണ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ED സ്വമേധയാ EDയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തപ്പോൾ ഇവിടെ കോഴിക്കോട് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 300 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തെങ്കിൽ കോഴിക്കോടേക്ക് എത്തുമ്പോൾ കോഴിക്കോട് 57 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രജിൻ, വർഷ. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.